CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തനിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് PK ശ്രീമതി. പിണറായിയെ പോലൊരു നേതാവിന്റെ വിലക്ക് തനിക്കുന്നുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കേരളത്തിലുണ്ടെങ്കിൽ ഇനിയും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുമെന്നും PK ശ്രീമതി. ഒറ്റ വാക്കിൽ ഞാനത് പറഞ്ഞു. ഇന്നത്തെ ആ വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണ്. അല്ല, അത് അദ്ദേഹത്തെ അപമാനിക്കാനാണോ ഉദ്ദേശം? അതല്ല, അദ്ദേഹത്തെ പോലെ ഏറ്റവും തലമുതിർന്ന സമാദരണീയനായ ഒരു നേതാവിന്റെ വിലക്ക് എനിക്കുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ, എനിക്കൊരു അപമതിപ്പുണ്ടാക്കാൻ ആണോ, എന്താണ് ഉദ്ദേശം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. PK ശ്രീമതിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഫെലിക്സ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, ഇന്ന് വലിയ തോതിൽ ഈ വാർത്ത വരികയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. PK ശ്രീമതി അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിലുണ്ടെങ്കിൽ ഇനിയും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നുണ്ടെങ്കിൽ വിലക്കില്ലെന്നുള്ളതാണോ? എന്താണ് അതിനിടയിൽ ഇടപെടലുണ്ടായിരുന്നാണോ? എന്താണ് ശ്രീമതി ടീച്ചർ പറയുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത്? ഏതായാലും കേന്ദ്ര കമ്മിറ്റി അംഗമായ PK ശ്രീമതി ഇപ്പോൾ വ്യക്തമാക്കുന്നത് തനിക്ക് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ ആരും ഇതുവരെയും വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. കേരളത്തിലുണ്ടെങ്കിൽ താൻ ആ യോഗത്തിൽ പങ്കെടുക്കുമെന്നും ഇപ്പോൾ PK ശ്രീമതി വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ടീച്ചർ ഒരു കാര്യം ഊന്നി പറയുന്നുണ്ട്. അതായത് ദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് പാർട്ടി തനിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതേസമയം ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ, സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ തനിക്ക് അത്തരമൊരു വിലക്കുമില്ല എന്ന് ശ്രീമതി ടീച്ചർ പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, അല്പം മുമ്പ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവർക്ക് കേന്ദ്ര കമ്മിറ്റിയിലാണ് ഇളവ് നൽകിയിട്ടുള്ളത്, സംസ്ഥാന കമ്മിറ്റിയിലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ അല്ല. അതുകൊണ്ട് ടീച്ചർ ഇനിയിപ്പോൾ ദേശീയ തലത്തിൽ ശ്രദ്ധയൂന്നി പ്രവർത്തിക്കേണ്ടതാണ് എന്നതാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. പക്ഷേ ശ്രീമതി ടീച്ചർ നേരെ തിരിച്ചാണ് പറയുന്നത്. അതായത് താൻ ദേശീയ തലത്തിൽ ഊന്നി പ്രവർത്തിക്കുമെങ്കിലും കേരളത്തിലും തനിക്ക് യോഗങ്ങളിൽ പങ്കെടുക്കാം, അത്തരമൊരു വിലക്കും തനിക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന വിശദീകരണമാണ് ഇപ്പോൾ ഈ PK ശ്രീമതി തരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ നേരത്തെ ടീച്ചർ ഇത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതായത് ഇത് അടിസ്ഥാനരഹിതമാണ് ഇത്തരം കാര്യങ്ങൾ എന്നതാണ്. അത് കുറച്ചുകൂടി വിശദീകരിക്കുകയാണ് ടീച്ചർ ചെയ്തിരിക്കുന്നത്. ഏതായാലും ടീച്ചർ ഇപ്പോൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ തനിക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ഒരു വിലക്കുമില്ല. മാത്രമല്ല, ഇത്തരം ഒരു വാർത്ത മാധ്യമങ്ങളിൽ വരുമ്പോൾ അത് വരികളായി, അതായത് അവിടെ പറഞ്ഞ അതേപോലെ വരികൾ മാധ്യമങ്ങളിൽ വരുമ്പോൾ അതിൽ ആരാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നു, അത് പാർട്ടിയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനൊരു നീക്കത്തിന്റെ ഭാഗമാണോ, പാർട്ടിയിൽ നിന്ന് തന്നെയാണോ ഇത്തരം വാർത്തകൾ വരുന്നത് എന്നൊരു സംശയം കൂടി ശ്രീമതി ടീച്ചർ പങ്കുവയ്ക്കുന്നുണ്ട്. ശരി, ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തനിക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള വിലക്കുമില്ല എന്ന് പറയുന്നു PK ശ്രീമതി.